സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രകാശം പരത്തി വീണ്ടും കരുണാലയം അമ്മവീട്. രോഗികളും നിരാശ്രയരുമായ അച്ഛനമ്മമാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കിടങ്ങന്നൂർ കരുണാലയത്തിന്റെ 9ാമത് കാരുണ്യവർഷവും ക്രിസ്മസ് സംഗമവും പ്രതീക്ഷകളുടെ പുതുവെളിച്ചമായി. പാട്ടും നൃത്തവും ക്രിസ്മസ് പാപ്പായും സന്ദേശങ്ങളുമായി ഒരു മുഴുനീള പകലാണ് കടന്നുപോയത്. സങ്കടങ്ങളും വേദനകളും മറന്ന് അന്തേവാസികളൊപ്പം ചേർന്നു. ക്രിസ്മസ് സംഗമവും കാരുണ്യവർഷവും ചലച്ചിത്ര നടനും പ്രമുഖ ജ്യോതിഷിയുമായ ഹരി പത്തനാപുരം ഉദ്ഘാടനം ചെയ്തു. ഇത്രയേറെ അച്ഛനമ്മമാരെ ദിവസവും അവർക്ക് ആഹാരം നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവരോടൊപ്പം താമസിച്ച് അവരുടെ ഊണിലും ഉറക്കത്തിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യ പ്രശ്നങ്ങളിലുമൊക്കെ പങ്കാളിയായി മുന്നോട്ട് പോകാൻ ഇതിൽ ആത്മാർത്ഥമായി സേവനം നടത്തുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയാം, ശ്രീ അബ്ദുൾ അസീസ് അദ്ദേഹം ആ കാര്യത്തിൽ ഏറ്റവും നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് മുതലേ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതനാണെങ്കിലും ഇങ്ങനെയൊരു പ്രൊഫഷണലി ഈ ഒരു കാര്യം ഇത്രയും കരുതലോടുകൂടി ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ കാലവും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കരുണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് അധ്യക്ഷനായി. ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഐ മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു. മാർ ക്രിസോസ്റ്റം പാലിയേറ്റീവ് സെന്റർ ഡയറക്ടർ റവറൻഡ് ഡെൻചി വർഗീസ്, സൂഫി ഇസ്ലാമിക് ബോർഡ് ജനറൽ സെക്രട്ടറി സലാം മുസ്ലിയാർ മാന്നാർ, ജില്ലാ പഞ്ചായത്ത് അംഗം സ്റ്റെല്ല തോമസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എബി, എബ്രഹാം തടിയൂർ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ആദർശ്, മീനാക്ഷി, അഭിനവ് എന്നിവരെ ആദരിച്ചു. കരുണാലയം ലൈബ്രറി സെക്രട്ടറി കിടങ്ങന്നൂർ പ്രസാദ് നന്ദി പറഞ്ഞു. കാരുണ്യവർഷത്തിന്റെ കേക്ക് വിതരണവും വിശിഷ്ടാതിഥികളെ പൊന്നാടി അണിയിച്ച് സ്വീകരണവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം ഫാദർ സേവറിയോസ് തോമസ് ക്രിസ്മസ് സന്ദേശവും ഗാനാലാപനവും നടത്തി. തുടർന്ന് ക്രിസ്മസ് ഗാനം, ക്രിസ്മസ് പാപ്പ, കരോൾ ഡാൻസ്, ബേത്ലഹേം സോങ്സ് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വൈകിട്ട് കിടങ്ങന്നൂർ പ്രസാദ് രചനയും സംവിധാനവും നിർവഹിച്ച പെപ്പരപ്പ എന്ന നാടകവും അരങ്ങേറി. റംല ബീവി, ധന്യ, അഞ്ജു, രാജൻ സ്വാമി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.